ഉരുൾ കവർന്ന ജീവിതങ്ങൾ തിരികെ പിടിക്കാൻ വയനാടിനൊപ്പം ടീം റിപ്പോർട്ടർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശമ്പളത്തിന്റെ ഒരു വിഹിതം നീക്കിവെക്കുകയാണ് എല്ലാ ജീവനക്കാരും. നമ്മുടെ റിപ്പോർട്ടർ TV എന്ന മാധ്യമ സ്ഥാപനവും അവിടുത്തെ അണിയറ പ്രവർത്തകരും ജേർണലിസ്റ്റും വീഡിയോ ജേർണലിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ഡ്രൈവർമാരും നമ്മളുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരും അവരുടെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ ശമ്പളം കൈമാറാൻ റിപ്പോർട്ടർ ടീം തീരുമാനിക്കുകയായിരുന്നു. ദുരിതത്തിൽ കൈത്താങ്ങാകേണ്ടത് കടമയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ തീരുമാനം. എല്ലാവരുടെയും ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം അത് ഏകദേശം 5 ലക്ഷത്തിനധികമോ വരാൻ സാധ്യതയുണ്ട്. വയനാടിന്റെ പുനരധിവാസത്തിനായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ആൻഡോ അഗസ്റ്റിൻ വ്യക്തമാക്കി. വയനാടിന് ഒപ്പമുണ്ടാകുമെന്ന് റിപ്പോർട്ടർ TV ഉറപ്പു നൽകിയിരുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് എല്ലാ സഹായവും ചാനൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനായി ടൗൺഷിപ്പ് ഒരുക്കുമെന്നാണ് റിപ്പോർട്ടറിന്റെ വാഗ്ദാനം. പദ്ധതിയുടെ രൂപരേഖ സർക്കാരിന് സമർപ്പിച്ചു. 150 ഏക്കറിൽ ഓരോ കുടുംബത്തിനും 3 കിടപ്പുമുറികൾ വീതമുള്ള വീടുകൾ ഉൾപ്പെടെയുള്ള പദ്ധതിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നടക്കം മികച്ച പ്രതികരണമാണ് പദ്ധതിക്ക് ലഭിച്ചത്. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനായി സഹകരിക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിക്കുമെന്നും റിപ്പോർട്ടർ TV അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.